ജമ്മുകശ്മീരിലെ ഹന്ദ്വാരയിൽ സൈന്യവും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ. 3 തീവ്രവാദികൾ കാട്ടിൽ ഒളിച്ചിരിക്കുന്നതായി സൂചനയുണ്ട്. മനുശങ്കർ ദില്ലിയിൽ നിന്ന്. മനു, ഏറ്റുമുട്ടൽ തുടരുകയാണോ? അരുൺ, ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇന്നലെ ഇന്റലിജൻസ് ബ്യൂറോ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. ഏകദേശം 6ഓളം പാക് ലഷ്കർ-ഇ തായ്ബ ഭീകരർ പ്രത്യേകിച്ച് ഹന്ദ്വാര വനമേഖല കേന്ദ്രീകരിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യയിൽ പല ഭീകരവാദ പദ്ധതികൾക്ക് പാകിസ്ഥാനിൽ ഇവർ പദ്ധതിയിടുന്നുണ്ടെന്നുള്ള മുന്നറിയിപ്പും ഇന്റലിജൻസ് ബ്യൂറോ നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഹന്ദ്വാര ഒപ്പം പുൽഗാമ മേഖലയിലടക്കം കൂടുതൽ സൈനിക വ്യൂഹത്തെ നിരീക്ഷിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇത്തരത്തിൽ 6 അംഗ ഭീകര സംഘം ഹന്ദ്വാര മേഖലയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത്. തുടർന്ന് ഇത് തിരിച്ചറിഞ്ഞ സൈന്യം ഇവർക്കെതിരെ വെടിയുതിർക്കുകയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ വെടിവയ്പിൽ ഏകദേശം 3ഓളം ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഭീകരർ ഇതിനുശേഷം ഇപ്പോൾ ഹന്ദ്വാരയിലെ വനമേഖലയിൽ ഒളിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള 3 ഭീകരർക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ തെരച്ചിൽ തുടരുകയാണ്. എന്നാൽ 3ഓളം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണവും സൈനിക വൃത്തങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല. താനും ഏകദേശം മറ്റൊരു കാര്യം സൈന്യം ഉറപ്പിക്കുന്നത് ലഷ്കർ-ഇ തായ്ബ കൊടും ഭീകരനായ അബു കാസിം ഒപ്പം ഡെപ്യൂട്ടി തൗസീഫ് റംബാറ എന്നടങ്ങുന്ന കൊടും ഭീകരരാണോ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നൊരു സംശയം സൈനിക വൃത്തങ്ങൾക്കുണ്ട് എന്നൊരു കാര്യവും സൈനിക വൃത്തങ്ങൾ തന്നെ നൽകുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ UN അസംബ്ലിയിൽ നവാസ് ഷെരീഫ് അടക്കം പ്രതികരിച്ചിരുന്നത് കാശ്മീർ വിഷയം പ്രത്യേകിച്ച് പരിഹരിക്കണമെന്നും അതിനുശേഷം നല്ല അയൽപക്കക്കാരായി തുടരാനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്നുമാണ് UN അസംബ്ലിയിലും പ്രതികരിച്ചിരുന്നത്. എന്നാൽ സുഷമ സ്വരാജ് ഇതിന് മറുപടി നൽകിയിരുന്നത് ആദ്യം ഭീകരവാദം പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നത് നിർത്തട്ടെ, അതിനുശേഷമാകാം ചർച്ചയെന്നാണ് സുഷമ സ്വരാജും പ്രതികരിച്ചിരുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഭീകര പദ്ധതികൾക്കായി 6ഓളം ലഷ്കർ-ഇ തായ്ബ ഭീകരർ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചതും അതിനെ ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയിരിക്കുന്നതും. അരുൺ, മനുശങ്കർ ദില്ലിയിൽ നിന്ന്.